ഇന്നെന്താ പ്രത്യേകിച്ച്? വാ വന്നിരിക്കും പറയാം. മായ ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. ബെസ്റ്റ്. നമ്മുടെ കല്യാണത്തിന് ആരൊക്കെ വന്നിരിക്കുന്നു? അവരെയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരാളല്ല. ഞാൻ എപ്പോഴും അവളെ പറ്റി മനോജിനോട് പറയാറുണ്ട്. മനോജിന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മായ. ശരി ശരി പറഞ്ഞിട്ടുണ്ടാവും. നീ കാര്യം പറ. അവളിപ്പോ ഈ ഫ്ലാറ്റിലെ താമസം. ഇതിനകത്തോ? മോളില് പുതിയ താമസക്കാര് വന്നില്ലേ, ഒരു അച്ഛനും മോളും, അതവരാ. ആണോ? ആ ഇന്നവളെന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങള് കൊറേ സംസാരിച്ചു. ഞാൻ ശരിക്കും റിലാക്സ്ഡ് ആയി. പണ്ടേ അങ്ങനെ അവളോട് സംസാരിച്ചാ നമ്മൾ ശരിക്കും വേറൊരാളാവും. അവള് പോയപ്പോ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡ് തോന്നി. അതാ ഇങ്ങനെ. അവളോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നുവെച്ചാ നമുക്കിടയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും. മനോജ് എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. അച്ഛൻ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അല്ല, ആലോചിച്ചപ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. എല്ലാ തിരക്കിൽ നിന്നും മാറി നമുക്ക് മാത്രമായിട്ട് 1-2 ദിവസം വേണം ഭാവന. ദൂരെ എവിടെയെങ്കിലും മറ്റാരും അറിയാതെ എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. നിന്റെ മുമ്പിൽ വെച്ച് എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊരു ഡോക്ടറുമായിട്ട് പങ്കുവെക്കണം. എന്താ? ഇതെന്താ ഇവിടെ? എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ വീട്. മനോജിന് ഈ ഡോക്ടറിനെ എങ്ങനെ പരിചയം? എനിക്കല്ല, അച്ഛന്. പണ്ട് ഈ ഡോക്ടറുടെ കേസ് നടത്തിയത് അച്ഛനായിരുന്നേ. വാ. നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കണോ അതോ? ഒരുമിച്ച് തന്നെ സംസാരിക്കാം ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാവന സ്വന്തമായ ഒരു ലോകത്താണ്. ആ ലോകത്തേക്ക് കടക്കാൻ ഭാവന ആരെ അനുവദിക്കുന്നുമില്ല. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ മനോജിന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഭാവന സംശയിക്കുന്നു. Am I right? അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവുന്നതിന് മുമ്പ്, മനോജ് ഭാവനയെ ഒളിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഫിസിക്കലായി എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ദാറ്റ് മീൻസ് കടുത്ത തലവേദനയോ തലപ്പെരുക്കലോ ഒരുതരം ഭയമോ? അപ്പോ ഇവിടെ കൊണ്ടെത്തിക്കാനായിരുന്നു ഈ ഔട്ടിങ്ങും ആഘോഷങ്ങളും ഒക്കെ. ഭാവന, ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഈ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. യു ആർ എ ബ്രില്യന്റ് ആക്ടർ. ഞാൻ ഭാവനയെ ഒരു രോഗിയായി കണ്ടല്ല ഇപ്പൊ സംസാരിച്ചത്. ഡോക്ടർ പ്ലീസ്. നിങ്ങളോടുള്ള എന്റെ എല്ലാ വിശ്വാസവും ഇതോടെ തീർന്നു. നിങ്ങളൊരു സൂത്രക്കാരനായ കുറുക്കനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു ചതിയനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. റിയൽ ചീറ്റ്. ഭാവന പ്ലീസ്. മനോജ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? അയാളുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് അന്ന് നീ അയാളുടെ അച്ഛനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ കാര്യവിവേകമുള്ള ആളായതുകൊണ്ട് നീ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയില്ല എന്ന് നിന്റെ ഭർത്താവിന് അറിയാം. അപ്പോ വീട്ടുകാരുടെ മുന്നിൽ മാനം രക്ഷിക്കാൻ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നെ മാനസിക രോഗിയായി മുദ്ര കുത്തുക. പുരുഷന്മാർക്ക് അവരുടെ പരസ്ത്രീ ബന്ധങ്ങൾ കൂട്ടുകാരുമായി ഒരു കപ്പ് കാപ്പിക്കൊപ്പം ഒന്ന് കുറിക്കാനുള്ള സ്നാക്സ് മാത്രമാണ്. തിരിച്ചതേ നാണയത്തിൽ ഭാര്യ മറുപടി കൊടുക്കട്ടെ, അപ്പൊ കാണാം അവര് തളർന്നു പോകുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവർക്ക് വഴിവിട്ട ബന്ധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? നീ എന്തായി പറയുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. ഐ cannot do it. എടി പോത്തെ, അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അങ്ങനൊരു ബന്ധം നിനക്കൊണ്ടെന്ന് മനോജിന് തോന്നണം. അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു വൃത്തിയായിട്ട ഇമേജ് ഉള്ള ഒരാളുമായിട്ടാണെങ്കിലോ? അതോടെ മനോജ് നിന്റെ മുന്നിൽ സറണ്ടർ ആവും. പിന്നീട് അയാളുടെ ലോകത്ത് നീ അല്ലാതെ വേറൊരാളുണ്ടാവില്ല. അതാണ് പുരുഷന്റെ സൈക്കോളജി. ഒന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ പുസ്തകം വായിച്ചാണോ? റീഡ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്.
നാളെ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. ഞാൻ ഇത്തിരി വൈകും. 11 മണിക്ക് മുമ്പത്തില്ലേ? ഷോ. പ്രീതിയെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോ വല്ല ബീവറേസിലും കയറി നാളെ നീ പണി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നിർത്തി. ഉവ്വ ഉവ്വ. എന്റെ മൊബൈൽ ഇവിടെ എവിടെയോ. അതവിടെ ഉണ്ട്. നാളെ രാവിലെ ലേറ്റ് ആക്കരുതേ. ഓക്കെ ഓക്കെ. ബൈ. Sadness came down on me again, and it never left me. It makes me sick to think of those days. Nobody takes me out anymore. I just stay here stewing in my own shit. I'm sick of it. I'm sick of sick. 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 പ്രീതി, സേഫായിട്ട് എത്തിയില്ലല്ലേ? അല്ല, വഴിക്കെങ്ങാനും കാർ നിർത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അവനെങ്ങനെ ഇറങ്ങിപ്പോയോ? തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാളെ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണമെന്നില്ല. മുൻസിഫ് കോടതിയിലെ കേസ് എന്തായാലും അവധിക്ക് വെക്കണം. അത് ഞാൻ ചെയ്തോളാം. അച്ഛൻ്റെ കാര്യമല്ലേ, അത് നടക്കട്ടെ. ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം. ഇങ്ങനൊരു സെയിം കേസ് മദ്രാസ് ഹൈക്കോർട്ടിൽ വിധിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി മെയിൽ ചെയ്ത് തരാം. അത് വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേ. പ്രീതി, തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴെനിക്കൊരു സമാധാനമായിരുന്നു. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം. രാജൻ, തനിക്കൊരു കത്തുണ്ട്. കത്താ? വല്ല മനസ്സോം സാറേ? ഇതേതോ സാധാരണ കത്താ. നല്ല ഹാൻഡ് റൈറ്റിംഗാ. എൻ്റെ രാജന്. ഞാൻ ആരാണെന്ന് രാജനറിയില്ല, പക്ഷേ എനിക്കറിയാം നിങ്ങളെ. കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, കൊലക്കേസിൽ ജാമ്യം കാത്തു കഴിയണ ഒരു വിചാരണ തടവുകാരൻ. പക്ഷെ ഇത് രണ്ടും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ. ആരുടെ രാജ? ആരുടെ കത്ത? അമ്മയുടെ. അല്ല, അമ്മയുടെ മോനാ സാറേ. എന്താ വിശേഷം? അവന്റെ അടിയന്തരത്തിന് ക്ഷണിച്ചതാ. സ്വന്തം അടിയന്തരത്തിന്റെ അമ്മാവന്റെ തന്നെ നേരിട്ട് ക്ഷണിച്ചെന്നോ? അല്ല, അടിയന്തരം അമ്മാവന്റെയാ. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? അല്ല, അടിയന്തരമായിട്ട് എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പോരാ സാറേ? വർഷങ്ങളായ ഒരു നിഴല് പോലെ ഞാൻ രാജന് പുറകെ ഉണ്ടായിരുന്നു. രാജനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ട രാജ്, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരാളാൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന അറിവ് നമ്മെ ശക്തരാക്കും. ഒരാളെ അഗാധമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നാം വല്ലാതെ ധീരരാവുകയും ചെയ്യും. രാജ് കൂടുതൽ ശക്തനാകണം, ധീരനാകണം.
ജാമ്യം നേടി പുറത്തു വരണം. പണ്ട് ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാൻ രാജനോട് പറയട്ടെ. പ്രേമം ഒരുവളെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽത്തരിയോളമായിക്കൊള്ളട്ടെ, കാണാനുള്ള കൊതിയുമായി മായ. എന്തിത്? എന്റെ രാജ, നീ കുറെ നേരമായല്ലോ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കടലാസം പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അതല്ലടാ, എനിക്കിപ്പോ ആരെങ്കിലും ഒരു കത്തെഴുതുള്ളത്. നിനക്ക് പല സ്ഥലത്തും ഒരുപാട് സെറ്റപ്പ് ഉള്ളതല്ലേ. അതൊക്കെ ഡെയിലി സെറ്റ് ചെയ്യണ കേസല്ലേട്ടാ. അതിലൊരുത്തിയുടെ മനസ്സിലേ ഇങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിലോ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ദേ, പ്രേമൊരുത്തിനെ ചെറുതാക്കുകയാണെങ്കിൽ ഞാൻ വല്ല മണൽത്തിരിയാ കല്ല കട്ട എന്ത് വേണിച്ചാലും ആയിക്കോട്ടെ. പ്രേമം എന്നുള്ളത് നല്ല പെടയ്ക്കണ വീണാണ് കേട്ടാ. അതിപ്പോ കൊമ്പസ്രാവാണെങ്കിലും കൊഴുവക്കുട്ടിയാണെങ്കിലും നമുക്ക് ഒരുപോലെ ആണെന്നേ. അയ്യേ, ശ്ശേ. എനിക്ക് ശരിക്കും പ്രേമം തോന്നിയാല് തരുന്ന കാശൊന്നും ഞാൻ നോക്കൂല. എത്രത്തോളം ചെറിയവന്റെ കൂടെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. മോളെ മായേ, നീ ആരാണ്? വാടോ, അവന്റെ ഒരു നാണം. ഇതെന്തടാ നീ നേരെ നോക്കാത്തത്? അവന് നാണമാ വക്കീലേ. നാണോ? ഇവനോ? എന്തിന്? പ്രേമം. ഒന്ന് പോയ സാറേ. സാറേ, ഓ, അന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലട്ടാ. ജീവിതകാലം മുഴുവൻ ഇതിനുള്ളിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് തോന്നിയപ്പോ സംഭവം കൈവിട്ടുപോയി. അതൊന്നും സാരില്ല, ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ വിട്ടു. സാറേ, എനിക്ക് ജാമ്യം കിട്ടുമല്ലോ അല്ലേ? നോക്കാം. പ്രോസിക്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും പിടിക്കുക. എന്നാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ഓ, ആദ്യം തന്നെ അതിനകത്ത് ഒപ്പിട്ടെ. ദാ. ദാ, ദാ, അവിടെ അവിടെ അവിടെ. ഇവിടെ അല്ലേ സാറേ? വക്കീൽ സാറേ, ഓ, ഞാൻ കാത്തിരിക്കോട്ടാ. സത്യം പറഞ്ഞ ഇപ്പൊ കാത്തിരിക്കണേന് ഒരു ലക്ഷ്യമുണ്ട്. എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണത് ഒരു പുതിയ രാജനാവും. അതുറപ്പാ സാറേ. തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ രാജ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരം പതിവ്. ഞാനിപ്പോ ഒരു സങ്കല്പ ലോകത്താ സാറേ. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലിപ്പുണ്ട്. നന്നായി രാജ. ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ അങ്ങനെ ചില തോന്നലുകൾ ഉള്ളത് നല്ലതാ. അല്ല, ആരപ്പ അങ്ങനെ ഒരാള്? മായ. മായേ? പേര് മാത്രമേ അറിയുള്ളൂ. പക്ഷെ കക്ഷിക്ക് നമ്മളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നമ്മുടെ കുരുത്തക്കേടുകളെല്ലാം അറിഞ്ഞിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമല്ല സാറേ? പിന്നെ മഹാഭാഗ്യ രാജ. പുറത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന പലരും അത്തരം ഭാഗ്യം ഇല്ലാത്തവരാ. ഇനി ഞാൻ നന്നാവും സാറേ. അവളെനിക്ക് ഒറ്റക്കത്ത് അയച്ചിട്ടുള്ളോ? കത്തയക്കലൊക്കെ തുടങ്ങിയ എവിടെ കാണട്ടെ? ഞാൻ അതാരും കാണിക്കില്ല. ജീവിതത്തിൽ അവനവന് മാത്രമായിട്ട് രഹസ്യമില്ലെങ്കിൽ പിന്നെ എന്തൊട്ട് സുഖം സാറല്ലേ? ആ കത്തിന്റെ അവസാനം PS എന്ന് എഴുതിയിട്ടൊരു വാചകമുണ്ട്. പക്വത ഇല്ലാണ്ട് പ്രേമിക്കണവര് പറയും ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു എന്ന്. പക്വത വന്നിട്ട് പ്രേമിക്കണവര് പറയും ഐ നീഡ് യു ബിക്കോസ് ഐ ലവ് യു എന്ന്. ഐ നീഡ് യു രാജ്, ഐ നീഡ് യു. ഞാനങ്ങ് കലങ്ങിപ്പോയി സാറേ. അവളുടെ ഭാഷയിൽ പറഞ്ഞ മണൽത്തരിയോളം ചെറുതായിപ്പോയി സാറേ. സാർ വേഗം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. എന്നിട്ട് വേണം എനിക്ക് അവളെ എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കാൻ. സാർ എനിക്കൊരു ലൈഫ് വന്നാ എൻ്റെ ഈ ലൈഫ് ഫുള്ളാ ഞാൻ സാറിന് തരും. സാറിൻ്റെ കൂടെ നിൽക്കണം. ഞാനുണ്ട് രാജ, ഞാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്. കൊടുകൈ. ഓ, അടികൈ. ഭാവന, കൊറേ നേരം ആയല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി? ഏയ്, വെറുതെ ഇങ്ങനെ. ഇന്നൊരു തമാശ ഉണ്ടായി. നമ്മുടെ ആ വിലാസിനി കൊലക്കേസിലെ പ്രതിയില്ലേ രാജൻ, അവൻ്റെ ഒരു ജാമ്യത്തിൻ്റെ കാര്യം മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു.
അവൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അവന് ഏതൊരു പെണ്ണ് പ്രേമലേഖനം അയച്ചിരിക്കുന്നു. എന്നിട്ട് അയാളിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ആദ്യം അവരെ ചെന്ന് കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കപ്പോ അയാൾക്ക് ആ സ്ത്രീയോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം. വല്ലാതെ വിചിത്രമായിരിക്കുന്നു അല്ലേ? ഒരേ സമയം ഒരുപാട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്നത്? എന്താ ശരിയല്ലേ? ശരിയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോ ആദ്യത്തെ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. ഇനി നമുക്ക് കളിയൊന്ന് മുറുക്കാം അല്ലേ? പക്ഷേ മായ, എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എന്തു വന്നാലും ഞാൻ മനോജിനെ പറ്റിക്കയില്ലേ? അപ്പൊ ഇത്രയും കാലമായി മനോജ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നതോ? എനിക്കറിയില്ല എന്തെങ്കിലും മനോജ് ഇത് അറിയുമ്പോ എങ്ങനെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യണമെന്ന്. അങ്ങനൊരു ഘട്ടത്തിൽ എത്തുമ്പോഴല്ലേ. മനോജിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോ നീ വേദനിച്ചതിന്റെ ആഴം എത്രയാണെന്ന് അപ്പോഴേ അയാൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പൊ മനോജ് എന്നെ ശരിക്കും വെറുക്കില്ലേ? അങ്ങനെ മനോജിനെ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നഷ്ടപ്പെടുന്ന ആരാ പറഞ്ഞേ? നിന്നോട് ഇത്രയും കാലം ചെയ്ത തെറ്റെന്താണെന്ന് അയാൾ അപ്പം മനസ്സിലാക്കും. കുറെ കൂടെ സിൻസിയറായും ട്രാൻസ്പെറന്റായും അയാൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഉറപ്പാണോ? എന്താ സംശയമുണ്ടോ? ഇല്ല, നീ പറഞ്ഞാലില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റിവെക്കാം. നീ എഴുതിയതും വായിച്ച് എവിടെയോ ഒരാൾ തന്റെ അജ്ഞാത കാമുകിയെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോ ഒരു രസം തോന്നില്ലേ? ആദ്യം രസം, പിന്നീട് ആ രസത്തെക്കുറിച്ച് ഓർത്ത് അതിലേറെ രസം, പിന്നീട് ആ രസം തന്നെ മതി എന്നൊരു തോന്നൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത്. ഏതിന്റെ? ഇപ്പൊ നിന്റെ ഉള്ളിലൊരു വിത്ത് വീണ് ആ നിമിഷം തന്നെ മുള പൊട്ടി പൂവിടുന്ന അനുഭവം ഉണ്ടാകുന്നില്ലേ? ആ ഗ്രോത്ത്, ദ ഗ്രോത്ത് ഓഫ് ലവ്. പ്രതി രാജൻ ചെയ്ത കുറ്റം തെളിയിക്കാൻ ഇനിയും സാക്ഷിവിസ്താരം ആവശ്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി മുഖവിലക്കെടുക്കുന്നു. എന്നാൽ ആ കാരണത്താൽ വിചാരണ തീരും വരെ ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന ബോധ്യത്തിൽ പ്രതി രാജന് ഈ കോടതി ഇതിനാൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ആരായാള്? ഞാൻ ലിബി, രായൻകളിയനാ, ലിബി എളിയൻ. ഒരു 3000 രൂപ പിഴ അടച്ചോളൂ. കോടതി പിരിവ് വരെ ഇവിടെ കൈയും കെട്ടി മിണ്ടാ നിൽക്കട്ടെ. പിന്നെ ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പുറത്തിറങ്ങി വേറെ ഏടാകൂടങ്ങൾക്കൊന്നും നിൽക്കണ്ട. ഞാനവക പരിപാടി എല്ലാം നിർത്തി സാറേ. നന്നായി. ഇപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. ഇതുവരെ ജീവിച്ച ജീവിതം അല്ല ശരിയെന്ന് പഠിപ്പിച്ച പെണ്ണില്ലേ, എനിക്ക് അവളൊന്ന് കണ്ടുപിടിക്കണം സാറേ. ഏത് ആ കത്തോ? നിങ്ങൾ ഓഫീസിൽ ചെന്ന് ഇയാളുടെ ബാക്കി ഫീസ് എത്രയെന്ന് നോക്കി വെക്കും. ആ കത്ത് ഇപ്പോഴും വരാറുണ്ടോ? പിന്നെ ഒന്നരടം വന്നോണ്ടിരിക്കല്ലേ. ഇപ്പൊ മൊത്തം 6 കത്തുണ്ട് എന്റെ. അത് കൊള്ളാലോ. കക്ഷിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമോ? വന്ന കത്തോളിന്ന് കക്ഷി ഒന്ന് കെട്ടിയതാന്ന് മനസ്സിലായി. അയ്യോ. പക്ഷെ അത് സാരമില്ല സാറേ, ഞാൻ ഫ്രഷ് പീസ് ഒന്നുമല്ലല്ലോ. അതെന്നെ. പിന്നെ നീ അവളെ അന്വേഷിച്ചിങ്ങനെ പുറകെ നടക്കുന്ന അവളുടെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞ പുലിവാലാവില്ലടാ. എന്തൊട്ട് പുലിവാല സാറേ, ഞാൻ അവനെ അങ്ങോട്ട് തട്ടിയാകളെ. പിന്നെ കേസല്ലേ, അത് സാറ് നോക്കൂലോ അല്ലേ? നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? പിന്നെ ഞാൻ എന്തൊട്ട് ചെയ്യണ്ടേ സാറ് പറ. നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി വേറെ കുഴപ്പത്തിലൊന്നും നിൽക്കണ്ട. ഇനി അഥവാ നീ അവൾ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയാ വിളിച്ചിറക്കി കൊണ്ടുപോടാ. നിനക്ക് ഡിവോഴ്സ് ഞാൻ മേടിച്ചു തരും. അങ്ങനൊരു വഴിയുണ്ടല്ലേ? പിന്നല്ലാതെ. ബുദ്ധി ഇല്ലാത്തോണ്ട് ഞാനത് ഓർത്തില്ല സാറേ. ഞാൻ അവളെ കണ്ടുപിടിച്ച ആ നിമിഷം സാറിനെ വിളിക്കും.
എന്നിട്ട് സാറിന്റെ മുന്നിലാ കൊണ്ടവളെ നിർത്തി തരും. ബാക്കി കാര്യം സാർ നോക്കണം. ഓക്കേ, എത്രയും പെട്ടെന്ന് അവൾ ആ വൃത്തികെട്ട ഭർത്താവിൽ നിന്ന് മോചിതയായി നിന്റെ ഭാര്യയായിട്ട് നീണാൾ വാഴട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഗുഡ് ലക്ക്. സാറേ വർഷങ്ങളായി നെയ്തെടുത്ത വലയിലേക്ക് ഞാൻ നിങ്ങളെ ആവാഹിച്ചു വരുത്തുകയായിരുന്നു. അത്ര വേഗം കെട്ടുപൊട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? അവളുടെ തുളച്ചു കയറുന്ന കണ്ണുകളെ നേരിടാനാകാതെ അയാൾ കുഴങ്ങി. ദേവി അതേ സ്വരത്തിൽ തുടർന്നു. ഒന്നോർത്തോളൂ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിലെ 5 വിരലുകളാണ്. വലയുടെ കെട്ട് ഞാൻ അയച്ചുവിടാതെ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. ഞാനതൊട്ട് ചെയ്യാനും പോകുന്നില്ല. രാജ്, അതെ, നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. എനിക്ക് അകത്തേക്ക് വരാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനു അനുവാദം ചോദിക്കണമല്ലേ? എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതിന് ഞാൻ നിങ്ങളെ കാണാൻ മാത്രമാണ് വന്നത്. അല്ല, വീട്ടിൽ വന്ന ഒരാളോട് ഒന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല. രാജ് പ്ലീസ്, ഇവിടെ ആരുമില്ല. നിങ്ങൾ പുറത്തു പോകണം. അത് ശരി, വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ പുറത്തു പോകണമെന്നോ? എന്താണ് ഈ പറയുന്നത്? ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ. പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാനൊരു മണൽത്തരിയോളം ആയിക്കൊള്ളട്ടെ. രാജ്, ഞാൻ യെസ്, സംശയിക്കണ്ട. നിങ്ങൾ കത്തുകൾ അയച്ചുകൊണ്ടിരുന്ന രാജ് തന്നെയാണ് ഞാൻ. നിങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത, കത്തുകളിലൂടെ മാത്രം സ്നേഹിച്ച രാജ് മേനൻ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. പ്ലീസ്, എന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്. അയ്യോ, മനോജ് ആയിരിക്കും. ചെന്ന് വാതിൽ തുറക്ക്. ഭാവന, രാജ് പ്ലീസ് കൂൾ. പ്ലീസ്. പേടിക്കാതെ ചെല്ലു, ഒന്നും സംഭവിക്കില്ല. ഭാവന, ഭാവന, ഭാവന തുറന്നേ. നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഞാനോ? ആ, അല്ല, നീ ആരോടോ സംസാരിക്കുന്ന പോലെ പുറത്തുനിന്ന് എനിക്ക് തോന്നിയായിരുന്നല്ലോ. അതൊന്നുമില്ല, വെറുതെ പുസ്തകം വായിച്ചതാ. ഇത്ര ഉറക്കിയോ? മനോജ് എന്നെ ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ ഫോട്ടോ എടുക്കാം. ആ പോ. മായ, രാജ്, ദേവി ഇത് ഇവിടുന്ന് പോ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, എന്റെ ജീവിതം നശിപ്പിക്കരുത് രാജ്. ഹേയ്, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കാം. വിളിക്കേ. നോ രാജ്, പ്ലീസ്. മനോജിന് ഇതൊന്നും അറിയില്ല. പ്ലീസ് രാജ്, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്ലീസ്, നിങ്ങൾ എന്നും എന്റെ ഉള്ളിലുണ്ടാവും. ദേവി ഇതിപ്പോ പോ. ശരി, ഞാൻ ഇപ്പൊ പോകാം. പക്ഷേ ഇനിയും വരും. കാരണം എന്റെ മനസ്സിൽ നിന്ന് ഇനി നീ ഇല്ലാതാവില്ല. നോ രാജ്, നോ രാജ്, വേണ്ട പ്ലീസ്. ഓ, ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഞാൻ മറ്റൊരിക്കൽ വരാം. വരട്ടെ.
ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നത് അത്ര സീരിയസ് ആയി കാണേണ്ട അസുഖമൊന്നുമല്ല. ഞാനും മനോജും അടക്കം മിക്കവാറും എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ പെരുമാറുമ്പോഴോ, പറയുന്നത് മുഴുവൻ മുന്നിൽ മറ്റാർക്കും കാണാൻ കഴിയാതെ നിൽക്കുന്ന ആ അരൂപിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലാകുമ്പോഴോ? സത്യമാണ് ഡോക്ടർ, ആ സമയത്ത് ഒരുമാതിരി മോണോ ആക്ട് കാണിക്കുന്ന പോലെയായിരുന്നു ഭാവനയുടെ പെരുമാറ്റം. അതിനുശേഷം വളരെ സാധാരണം, അങ്ങനൊരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള മട്ട. ഒരിക്കൽ രഹസ്യമായിട്ട് ഞാൻ അവളൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് അവളെയാണ് ചികിത്സിക്കാൻ പോകുന്നത് മനസ്സിലായപ്പോ അവളാകെ വയലന്റായിട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ? എത്ര നാളായി കാണും? മകള് മരിച്ചതിന് ശേഷം. അതിനുശേഷം മിസ്സിസ് ഇങ്ങനെയായിരുന്നോ എപ്പോഴും? അല്ല ഡോക്ടർ, ആദ്യമൊന്നും അവൾ ആരോടും മിണ്ടുമായിരുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഫോണിലൂടെ സംസാരിച്ചിരുന്നത് അവളുടെ ഒരു കൂട്ടുകാരിയോട് മാത്രമായിരുന്നു. അപ്പം മാത്രമാണ് ഞാൻ അവളെ ഇത്തിരിയെങ്കിലും സന്തോഷത്തോടെ കണ്ടിട്ടുള്ളത്. പിന്നെ പിന്നെ ആ വിളികളും ഇല്ലാതായി. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നു മുതൽ നിങ്ങൾ തികച്ചും സാധാരണ മട്ടിൽ ഭാര്യയോട് ഇടപഴകണം. ഐ മീൻ, വിവാഹം കഴിച്ച സമയത്ത് എത്രത്തോളം സ്നേഹത്തോടും ആഗ്രഹത്തോടും കൂടിയാണോ അവരോട് നിങ്ങൾ പെരുമാറിയിരുന്നത്, അതേ ഇൻറ്റൻസിറ്റിയോടെ. എന്നിട്ട് നമുക്ക് നോക്കാം. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 3 പേർക്കും കൂടെ ഒരു മീറ്റിംഗ് വേണം. ഒരു ഡോക്ടറായിട്ട് വേണ്ട, ഒരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി. ഇതിലുണ്ടല്ലോ. അതെ, നിങ്ങൾ ഇന്നും ഓട്ടം പോണില്ലേ? ആ സാധനം അവിടെ കിടന്ന് തുരുമ്പെടുത്തുന്ന ആശാവൂട്ടാ. എന്തുട്ടത്? കൊറേ നേരം എഴുത്തും വായന തുടങ്ങിയിട്ട് നീ എന്താ വല്ല PS എഴുതാൻ പോണ്ടാ? ഒന്നും മിണ്ടാണ്ടിരിക്കടി. ലിബിളിയൻ, ഇതില് 3 സ്ഥലത്ത് ബാൽക്കണി എന്ന് പറയണ്ടിട്ടാ. അതെയാ? ഒരു വരി എന്തിട്ടെന്നറിയോ? വീട്ടിലൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോ ഞാൻ ഫ്ലാറ്റിന്റെ ബാൽക്കണി ഇറങ്ങി വെറുതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്തുട്ടാ വരി? അളിയോ, അപ്പൊ ഫ്ലാറ്റിലാണ് ആള് താമസട്ടാ? അല്ല, നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയണേ? ആളിയാൻ കെട്ടപ്പോടെ പെണ്ണിനെ പറ്റിയെന്ന്. എന്തുട്ട്? അളിയൻ പറഞ്ഞ നേരടി. ഒരെണ്ണം ചത്തതിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പഴേ അടുത്തേടാ കൂടം. നിനക്കിത് എന്തിന്റെ കേടാ? ഇത് ആളിയനെ തേടി ഇങ്ങോട്ട് വന്ന കേസാണട്ടാ. ആളിയനെ മാത്രം പ്രേമിക്കണ ഒരു പെണ്ണ്. അവളുടെ അഡ്രസ് ഉണ്ട് അതില്? ഇല്ല. അപ്പൊ തട്ടിപ്പാവൂട്ടാ. അത് പേടിച്ചിട്ട് എഴുതാത്തണ്ട്. അവളുടെ അഡ്രസ്സും തേടി പിടിച്ച് പങ്കെടു ചെന്നാ ഭർത്താവിന്റെ മുമ്പ് അവള് കൊടുങ്ങലടി. നീ ഒന്ന് പോയേ. അതിപ്പോ ഇവനും അങ്ങനല്ലേ രാജാ? ഇത് അലമ്പാവൂട്ടാ. നീ നിന്റെ അവണാങ്കാട്ട് ചാത്തനും കൂടി ഇത് പരസ്യക്കാണ്ടിരുന്നാ മതി. എന്റെ സംശയം നിനക്കിപ്പോ വട്ടായോന്നുള്ളതാ. രാജനറിയോ, ഇപ്പൊ ഞാൻ ചിലപ്പോ ഭ്രാന്തിയും മറ്റു ചിലപ്പോ വിഡ്ഢിയുമാണെന്ന് തോന്നുന്നു. ശരിയാണ്, പ്രണയം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിയുമാക്കും. നേരെ പെങ്ങളെ, പ്രേമം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിനും ആക്കും. അത് ഉച്ചവെയിലിനെ നിറനിലാവാക്കും, രാത്രികളെ നിർനിദ്രമാക്കും, ഏതാൾക്കൂട്ടത്തിലും ഒരാളെ ഏകാക്കിയാക്കും. വല്ലപ്പോഴും കിട്ടുന്ന കൊട്ടേഷൻ ചെയ്ത് മാന്യായിട്ട് ജീവിച്ചോണ്ടിരുന്ന ചെക്ക നിക്കണത് ഇപ്പണ്ടാ. അവന്റെ ഒരു പ്രേമവും പ്രേമലേഖനം കാണിച്ച് തരണ്ട എല്ലാത്തിനും ഞാൻ. അളിയാതെ അവള് നിന്റെ കത്തലെടുത്തിന് പോണണ്ടാ. അവന്റെ ഒരു പ്രേമവും ഉണ്ടാകട്ടെ കത്തിച്ചോടണ്ടല്ല ഞാൻ. ഒരു കത്തുണ്ട്. ഇങ്ങോട്ടാ അളിയാ, അളിയനുള്ള കത്താണ് കേട്ടാ. അവളുടെ ആയിരിക്കും. പിടിച്ചേ. പ്രിയപ്പെട്ട രാജൻ, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ രാജൻ എഴുതുന്ന അവസാന കത്തായിരിക്കും. പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് എനിക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ എന്നെ പിരിഞ്ഞു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജിനി എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. ഗുഡ് ബൈ, മായ.